ഹലോ ഗൈസ്, അപ്പോൾ റീസെൻ്റായി മേക്ക് ഓവർ മോഡലിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നെടുത്ത വ്ളോഗാണ്. അപ്പോൾ ഞാൻ തൃശ്ശൂരാണ് പഠിക്കുന്നത്, ഫാഷൻ ഡിസൈനിങ് ആണ് പഠിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് രാവിലെ 6 മണിക്ക് എണീറ്റിട്ട് മണ്ണാർക്കാട് ഒരു 9:30 അല്ല, ഒരു 10 മണിക്കാണ് ഞാൻ ഇവിടെ സ്റ്റുഡിയോയിലെത്തിയത്. അങ്ങനെ പിന്നെ വന്നെത്തിയത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് നമ്മൾ ഹെയർ മേക്കപ്പ് ആയിരുന്നു ചെയ്ത് തുടങ്ങിയത്. ക്രിമ്പ് ചെയ്യുക, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെ ചേച്ചി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് മേക്ക് ഓവർ ചെയ്തത് ഗ്രീഷ്മ ചേച്ചിയാണ്. ആളുടെ ഇൻസ്റ്റാ നെയിമാണ് ഗ്രീഷ്മ കല്ലിങ്ങലിന്. മേക്ക് ഓവറുടെ പേജ് ആൾ തുടങ്ങിയിട്ടില്ല, സെപ്പറേറ്റ് പേജ് തുടങ്ങിയിരുന്നതാണെങ്കിൽ നമുക്ക് മെൻഷൻ ആക്കായിരുന്നു. അങ്ങനെ ഹെയർ സ്റ്റൈലൊക്കെ ഹെയർ ക്രിമ്പൊക്കെ കഴിഞ്ഞിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫേസിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ക്ഷീണം കാണാം. ഓൾറെഡി സ്പെക്സ് അഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫേസ് വേറെ പോലെയാണ്. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിച്ചത് ഇതായിരുന്നു. അങ്ങനെ ഫുഡടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി ഫേസ് മേക്കപ്പിലേക്ക് നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് കിടക്കുന്നത്. പിന്നെ മുല്ലപ്പൂവും കാര്യങ്ങളൊക്കെ ഞാൻ ചുമ്മാ വീഡിയോ എടുത്താണ്. അങ്ങനെ ചേച്ചി കാര്യമായിട്ട് എന്നെ ഒരുക്കുന്ന തിരക്കിലാണ് ഗൈസ്. ഞാൻ സ്ലൈഡൊക്കെ കൊടുത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹിന്ദു ബ്രൈഡൽ ലുക്കായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ബ്രൈഡൽ ലുക്ക് ഹിന്ദു ബ്രൈഡൽ ലുക്കാണ്. ആക്ച്വലി ഞാൻ മുസ്ലിം ആണെങ്കിൽ പോലും എനിക്ക് പേഴ്സണലി സ്യൂട്ട് ആവണ പോലെ തോന്നിയിട്ടുള്ളത് ഈ ഒരു ലുക്കാണ്. മോഡലിംഗ് ഷൂട്ടിന് പോണ സമയത്ത് അതിൻ്റെ തലേന്നും അതിൻ്റെ കുറച്ച് മുമ്പത്തെ ദിവസങ്ങളിലൊന്നും ഞാൻ മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല. കാരണം റെക്കോർഡ് സബ്മിഷൻ്റെ ബാക്കിലായിരുന്നു. സ്ട്രെസ്സും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ഫേസിൽ. അത് അറിയണ്ടോ ഇല്ലയോ എന്നറിയില്ല, പക്ഷെ എനിക്കൊരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ പോയിട്ട് ഓക്കെ ആയി, സെറ്റായി, ഫോട്ടോ ഒക്കെ എടുക്കലിരിക്കില്ല, അപ്പോൾ അങ്ങനെ ചില്ലായി. അങ്ങനെ നമ്മൾ ഫേസ് മേക്കപ്പും ഫുൾ കംപ്ലീറ്റ് മേക്കപ്പ് കഴിഞ്ഞിട്ട് ഫോട്ടോഷൂട്ടിന് വേണ്ടി മണ്ണാർക്കാടുള്ള ഒരു സ്പോട്ടിൽ പോവുകയാണ്. അപ്പോൾ കാറിൻ്റെ ബാക്കിലിരിക്കുന്നത് മേക്കപ്പ് ചെയ്ത് തന്ന ചേച്ചിയുടെ മോളും പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡും ചേച്ചിയാണ്. പിന്നെ നമ്മളുടെ ഡ്രൈവറാണ് ഫോട്ടോഗ്രാഫർ. അപ്പോൾ ആൾ എന്തൊക്കെയോ കോമഡിയൊക്കെ പറയുന്നുണ്ട്. തുടങ്ങണ നേരത്തെ മഴയാണ് പെയ്യണം. അങ്ങനെ നമ്മൾ സ്പോട്ടെത്തിയിട്ട് കുറച്ച് ഫോട്ടോ എടുത്ത് കഴിഞ്ഞതും പിന്നെ മഴ പെയ്യാൻ തുടങ്ങി. പിന്നെ മഴക്കാലത്ത് ഫോട്ടോ എടുക്കാൻ പോയാൽ മഴ പെയ്യും ഗൈസ്. എനിവേ ഫോട്ടോസൊക്കെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മഴയ്ക്കിടയിൽ നമ്മുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് സ്റ്റുഡിയോയിലോട്ട് പോകും. അങ്ങനെ നമ്മൾ തിരിച്ച് സ്റ്റുഡിയോയിലെത്തി. ഇനി അടുത്തത് മെയിൻ ടാസ്ക്കാണ്. ഈ തലയെ കുത്തിയിരിക്കുന്ന സ്ലൈഡ് അഴിക്കുക, ക്രിമ്പ് ചെയ്ത് ബാക്ക്വേർഡ് ആക്കിയ ഹെയറിനും ബാക്ക് ടു പൊസിഷൻ നേരെയാക്കി എടുക്കുക, എക്സ്റ്റൻഷൻ വെച്ചത് അഴിച്ചെടുക്കുക, ജ്വല്ലറീസ് അഴിച്ചെടുക്കുക, സാരിയിലുള്ള പിന്നുകളും കാര്യങ്ങളും ഊരിയെടുക്കുക, പിന്നെ ലെൻസ് കണ്ണിൽ നിന്ന് എടുക്കുക, പിന്നെ മേക്കപ്പ് വൈപ്പ് ചെയ്ത് കളയുക. അയ്യോ, അതൊക്കെയാണ് മക്കളെ ഒരുങ്ങുന്നതിനേക്കാൾ ടാസ്ക്. അങ്ങനെ അത് മൊത്തം സെറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ആ കലാപരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി. പിന്നെ ചേച്ചിയുടെ വക ട്രീറ്റ് ആയിരുന്നു. അങ്ങനെ ചേച്ചി ഷവർമയും ഷേക്കൊക്കെ, അതുകൂടാണ്ട് ചോക്ലേറ്റ്സും പിന്നെ ഒരു സംഭവമൊക്കെ വാങ്ങി തന്നിട്ടാണ് എന്നെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ആൾ ഡു സബ്സ്ക്രൈബ്.